മീനാക്ഷിക്ക് വലിയ സങ്കടങ്ങളുണ്ടമ്മേ. ഈ ചടങ്ങുകളിലൊന്നും അവളുടെ അച്ഛനില്ലാത്തതില്. ഏതൊരു മകളുടെയും ആഗ്രഹമല്ലേ അമ്മേ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക? അമ്മ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. എന്റെ അമ്മ മീനാക്ഷിയുടെ കല്യാണത്തിന് ജയറാം അങ്കിളിനെ ക്ഷണിക്കണം. ഒരു ഔദ്യോഗിക ക്ഷണം. അതെന്റെ ഒരു വാശിയ. ക്ഷണിച്ചാലും അദ്ദേഹത്തിന് എങ്ങനെ വരാൻ പറ്റും? അങ്കിളിനെ വരുത്തുന്ന കാര്യമൊക്കെ അമ്മ എനിക്ക് വിടാം. അത് ഞാൻ ചെയ്തോളാം. മോനെ, അതല്ല, ഞാൻ അമ്മയോടൊന്നും ആലോചിക്കാതെ ഈ ധിക്കാരം കാണിച്ചാൽ അമ്മ എന്ത് വിചാരിക്കും? അതൊക്കെ ഓർത്ത് എന്റെ അമ്മ ഇപ്പൊ ടെൻഷൻ ആവണ്ട. എന്റെ അമ്മയ്ക്ക് ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ എടുത്തുചാട്ടം കാണിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലുണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പം ചെറുതായിരിക്കില്ല. അമ്മേ, പുരയ്ക്ക് മീതെ വെള്ളം വന്ന അതുക്ക് മേലെ വള്ളം. ഇത് അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മ വരൂ. അമ്മേ, വാ അമ്മേ. ദേവി, ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ ഒത്തിരി സങ്കടമുണ്ട്. പക്ഷെ കാണേണ്ട കാര്യത്തിന് കണ്ടല്ലേ പറ്റൂ. തടവറയിൽ കിടക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ തല്ലുന്നൊന്നും അല്ല ദേവി ശിക്ഷ. ശിക്ഷ ഓർമ്മകളാണ്, ഓർമ്മകൾ. പിശാചുകളെപ്പോലെ മനസ്സ് കാർന്നു തിന്നാൻ ഓടിയെത്തുന്ന ഓർമ്മകൾ, വേട്ടപ്പട്ടികളെപ്പോലെ. ഉറങ്ങിയിട്ട് നാളുകളായി. ശരീരം കുഴഞ്ഞൊന്ന് മയങ്ങിപ്പോയാലോ പേയ്ക്കിനാവുകൾ. മരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യ ജീവിതമല്ലേ. ഞാൻ വന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ഇതിൽ എന്തെങ്കിലും അധിക പ്രസംഗമോ അവിവേകമോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നെ ശപിക്കരുത്. ശപിക്കാനോ? ഞാനോ? പാപഭാരം പേറിയാലേ എന്ന് ഞാൻ ആരെ ശപിക്കാൻ? എന്റെ ദേവിയെ കരയിപ്പിച്ചതിന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവി, ഇത് അങ്ങനൊന്നും പറയരുത്. ഞാൻ ജയേട്ടനെ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും ശപിച്ചിട്ടില്ല. അതിന് നീ എന്തിനെന്നെ ശപിക്കുന്നു? ഒരു ദേവതയെ പോലുള്ള നിന്നെ കരയിപ്പിച്ച സാക്ഷാൽ ദൈവം എന്നെ വെറുതെ വിടുവോ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാമെന്ന കാര്യം പറയട്ടെ. പറയൂ. എന്റെ മകൾ മീനാക്ഷിയുടെ കല്യാണം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവൻ എനിക്ക് സന്തോഷിക്കാനുള്ള സമ്മാനം തന്ന ആളാ ജയേട്ടൻ. അങ്ങനെനിക്ക് വലിയ ദാനമായി തന്ന നിധിയ മീനാക്ഷി. പ്രസവിച്ചത് മാധുരിയാണെങ്കിലും അവളുടെ അമ്മ ഞാനാ.
ഇപ്പൊ അവളുടെ അമ്മയായ ഞാനും അവളെ ജനിപ്പിച്ച അച്ഛനും രണ്ട് തീരത്താണെങ്കിലും അങ്ങയുടെ അനുവാദം ഇല്ലാതെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കില്ല. ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ജേട്ടന്റെ അമ്മയും അച്ഛനും കൂടിയാ, എന്റെ അറിവോടെ. മീനാക്ഷി ദേവിയുടെ മകളായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. സമയം തീരും മുമ്പ് പറയാനുള്ള കാര്യം പറയട്ടെ. പറയൂ. വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി രാവിലെ 9:30-ക്കും 10:30-ക്കും ഉള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൾ മീനാക്ഷിയുടെ കല്യാണമാണ്. വരൻ ചെമ്പകമംഗലത്ത് ജഗദീഷിന്റെ അളിയൻ വൈശാഖ്. കല്യാണത്തിനും തുടർന്നുള്ള ചടങ്ങുകൾക്കും ഞാൻ ഔദ്യോഗികമായി അങ്ങേ ക്ഷണിക്കുന്നു. അങ്ങ് വരണം, എന്റെ പൊന്നുമോളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കാലമാണ്. അങ്ങ് ക്ഷമിക്കണം. ദേവി, അത് ശരി, രണ്ടുപേരും കരയായിരുന്നോ? അങ്കിൾ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? കരയാതെ. ദൈവം എന്നോ മനഃപൂർവ്വം വേർപെടുത്തിയ നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ശുഭകാര്യം നടക്കാൻ പോവുക. സന്തോഷിക്കേണ്ട സമയത്ത് കരയുന്നത് ശരിയല്ല. അങ്കിളിനെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ഞാൻ ജയിൽ അധികൃതരെ കൊണ്ട് ശരിയാക്കുന്നുണ്ട്. പെർമിഷൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പോ ഒരിക്കൽ കൂടി മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, വരുന്ന സെപ്റ്റംബർ 10-നാണ് മീനാക്ഷിയുടെ കല്യാണം. പുലർക്കാലം പോലെ വിരൽ തുമ്പാലെ നെഞ്ചിനെ മലർക്കാലം പോലെ വാനിക്കിനവാ പുലർക്കാലം പോലെ വിരൽ തുമ്പാലെ നുള്ളിനെ ഒരു മലർക്കാലം പോലെ തഴുകാനായി കാണാനേ വാ മെല്ലെ.
അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. ഇന്നലെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ അതെ, ഞാൻ തിരിച്ചു വിളിക്കാവേ. കാര്യങ്ങളെല്ലാം അതിന്റെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവൻ നിന്ന് ഫോൺ ചെയ്ത് കളിക്കുന്നു. അല്ല, എന്താ മീനാക്ഷി നീ ഇങ്ങനെ ചൂടാവുന്നേ? എന്നാ മീനാച്ചി നീ ഇങ്ങനെ ചൂടാവുന്ന? കഴിഞ്ഞ 6 മാസം സമയം ഉണ്ടായിട്ടും നിനക്ക് നിന്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടാൻ കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പതേ ഇവിടെ ഹൽദിയും കല്യാണവും ഒക്കെ ആയി. ഞാൻ എന്റെ വീട്ടുകാരെ കളിയാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, പ്ലാനിങ്ങുകളെല്ലാം പല സ്ഥലത്തും പൊളിഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് നീണ്ടുപോയി. നിനക്ക് പല എക്സ്ക്യൂസും പറയാം, പക്ഷെ ഞാൻ എന്റെ അമ്മയും വീട്ടുകാരെയും വഞ്ചിക്കല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, നീ നാളത്തെ ഒരു ദിവസവും കൂടെ ഒന്ന് ക്ഷമിച്ചാൽ മതി. കല്യാണത്തിന്റെ തലേന്ന് കാശ് തരാന്നാ എന്റെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശി സമ്മതിച്ചത്. ഏത് മുത്തശ്ശി? രാജലക്ഷ്മി മുത്തശ്ശി. ആ, അത് ശരി. എംബ്രാൻഡ് വിളക്കത്ത് വാര്യരുടെ അത്താഴം. ചെമ്പകമംഗലത്തെ കാശുകൊണ്ട് നിന്റെ പെണ്ണുകെട്ട്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല മീനാക്ഷി. ആ കാശിന്ന് ഞാനൊരു ചില്ലി പൈസ എടുക്കില്ല. ആ പണം കാശ് കണ്ടാൽ അതേൽ കമഴ്ത്ത് വീണ് കെട്ടിപ്പിടിച്ച് ചാവുന്ന എൻ്റെ പാരൻസിൻ്റെ കയ്യിലോട്ട് കിട്ടിയ അവരോട് ഞാൻ വേറെ കുറേ പണം മേടിക്കും. എന്നിട്ട് അതും കൊണ്ടാണ് ഞാനും എൻ്റെ പെണ്ണുമായിട്ട് അങ്ങ് മുങ്ങാൻ പോകുന്നത്. ഈ കള്ളക്കഥകൾ പറഞ്ഞൊപ്പിക്കാൻ വാക്കുകൾക്ക് നീ ബുദ്ധിമുട്ടണ്ട. എന്റെ ചെമ്പകമംഗലത്തെ കാശും കൊണ്ട് മുങ്ങാനാണ് നിന്റെ പ്ലാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാരയ്ക്ക് നിനക്കിട്ട് ഞാൻ മറുപാര വെച്ചിട്ടുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? എന്റെ മുത്തശ്ശി തരുന്ന പണവും കൊണ്ട് മുങ്ങാനാ നിന്റെ പദ്ധതി എന്ന് ഞാൻ എന്നേ അറിഞ്ഞിരിക്കുന്നു. അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹൽദിക്ക് മുൻപ് നീ ഒന്ന് പോയി തന്നാ മതി, വെറുതെ എന്നെ ഇട്ട് വലയ്ക്കാതെ. എന്തായാലും ഇത്രയും വിശാല മനസ്സ് കാണിക്കുന്ന നിന്നെ ഒരു കാരണവശാലും ഞാൻ ഉപദ്രവിക്കില്ല. മഞ്ഞൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് മുത്തശ്ശി പണം എൻ്റെ അച്ഛന് കൈമാറും. ആ പണം കയ്യിലോട്ട് കിട്ടിയ ആ നിമിഷം ഞാൻ എൻ്റെ കാമുകിയുമായിട്ട് ഒളിച്ചോടും. ഇനി എന്ത് ചെയ്യും? ആകെ തകർന്നല്ലോടാ വൈശാഖേ. ഇനി എന്ത് ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? എല്ലാം കൈവിട്ടു പോയില്ലേ? കാർത്തിയുടെ അമ്മ എല്ലാം അറിഞ്ഞില്ലേ? അങ്ങനെയാണ് ഞാനും മീനാക്ഷിയും കരുതിയത്. പക്ഷേ അതല്ലായിരുന്നു സംഭവിച്ചത്. പിന്നെ ഞാൻ വിശദീകരിച്ച് പറയാം. പപ്പടം നിറച്ച പാട്ടയിൽ ഇഷ്ടിക വീണതുപോലെ എല്ലാ അടപടലും തകർന്നു. ഇവരെന്നെ കൊല്ലുവല്ലോ. ഞങ്ങളെ കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടുന്നൊരു സിനിമാ കഥ പറയുമായിരുന്നു. കൊല്ലരുത്. അമ്മയ്ക്ക് സമ്മാനമായിട്ടേ എന്റെ പൊന്നുമോൻ കാർത്തി വാങ്ങിച്ചു തന്നതാ ഈ ബ്ലൂടൂത്ത്.
ഈ പൊട്ടന്റെ ചെവിയിൽ ശംഖു ഊതുന്ന പോലെ ഇത് ചെവിയിൽ വെച്ച ഒരു വസ്തു കേക്കത്തില്ല. ഓ ഓ ഡാ, അത് ചെവിയിലിരുന്നത് കാരണമായി നീ പറഞ്ഞൊന്നും കേട്ടില്ല. നീ എന്താടി അവന്റെ കാതിൽ ഓതിയത്? കല്യാണത്തിന് മുമ്പേ തലയണ മന്ത്രം തുടങ്ങിയോ? അയ്യോ അമ്മായി, ഞാനതൊന്നും അല്ല പറഞ്ഞത്. എനിക്കറിയാടി. എനിക്കിതിനെ കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെന്നല്ലേ നീ ഇവനോട് പറഞ്ഞത്? ശ്ശോ, ഈ അമ്മായിയോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അമ്മായി, ബ്ലൂടൂത്ത് ചെവി വെക്കുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കരുത്. ആണോ? ആ, അതുമല്ല, വോളിയം കുറച്ച് വെക്കണം. അല്ല, പക്ഷെ ഇതിന്റെ ഇത് എവിടെയാ കുറയ്ക്കുന്നേ? എനിക്കിതിന്റെ കിടത്താപ്പൊന്നും അറിയത്തില്ല. അമ്മായി, ഞാൻ പഠിപ്പിച്ചുതരാം. ഓ, അങ്ങനെയായിരുന്നോ? ഭാഗ്യം. ആ സ്ത്രീ അറിഞ്ഞിരുന്നെങ്കിലേ അവരെ ആ ചെമ്പകമംഗലം പൊളിച്ചടുക്കി നിന്നെ എന്നെയും തീയിലിട്ട് ചുട്ടേനെ. അവർക്ക് ആ ബ്ലൂടൂത്ത് വെക്കാൻ തോന്നിയത് ഭാഗ്യം. അവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇവിടെ ഇപ്പോ ഹൽദിയുടെ ഒരുക്കങ്ങൾ നടക്കുക. എന്നുവെച്ച് നീ മീനാക്ഷിയും തമ്മില് അധികം സംസാരിച്ച് കുഴഞ്ഞു മുറിയൊന്നും വേണ്ട കേട്ടോ. എന്റെ മൈഥിലി അവളോട് ഒഴിഞ്ഞു മാറി നടന്നാൽ മറ്റുള്ളവർ സംശയിക്കും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവൾ എന്നല്ലേ ഇവിടെയുള്ള എല്ലാവരുടെയും ധാരണ. അതൊക്കെ എല്ലാവർക്കും അറിയാം. നീ കൂടുതൽ വെള്ളച്ചിലൊന്നും എടുക്കണ്ട. ഞാൻ ഇവിടെ കിടക്കുകയാണെങ്കിലും എന്റെ ഒരു കണ്ണും ചെവിയും അവിടെയാ. എടോ, താൻ എന്നെ എങ്ങനെ വെറുതെ സംശയിക്കല്ലേ? എടാ, നീ കാർത്തിക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ഇവിടെ എത്തുന്നതിന് മുന്നേ എന്റെ പ്ലാൻ ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. പറഞ്ഞോ. അതായത് ഇന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോവും. ഓക്കെ. നാളെ ഹൽദിക്ക് മുമ്പ് എന്തായാലും പണം കിട്ടുമല്ലോ. അത് ഉറപ്പായിട്ടും കിട്ടും. അതിൽ നിന്നും ഒരു 10,000-15,000 രൂപ തന്തപ്പടിക്കും തള്ളപ്പടിക്കും വായ്ക്കേരി ഇടേണ്ടി വരും. ആ, അത് കൊടുത്തോ. ബാക്കി പണവുമായി നീ നേരെ എന്റെ വീടിന് മുന്നിലെ റോഡിലേക്ക് വരണം. നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം. ഈ പ്ലാൻ വർക്കൗട്ട് ആവുമല്ലോ. ഈ പ്ലാനേ വർക്കൗട്ട് ആവും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. മൈഥിലി, ദാ കാർത്തി വരുന്നുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്യണേ. ആ, ആരാ വിളിച്ചത്? വീട്ടിൽ നിന്നായിരുന്നോ? അതെ, മീനാക്ഷി. മീനാക്ഷിയോ? അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല, മീനാക്ഷി കല്യാണം കഴിക്കുന്നതിന്റെ സന്തോഷത്തില് മതിമറന്ന് നടക്കുകയല്ലേ. ആ സന്തോഷം പങ്കുവെക്കായിരുന്നു. വാസ്തവം പറഞ്ഞ ഈ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതേ തെറ്റാ. ഒന്നാമത് മെച്യൂരിറ്റി ഇല്ല. രണ്ടു പേർക്കും ദുർവാശിയും പിണക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പ്രണയമായി പോയില്ലേ, നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അതെ അതെ. വാ, നമുക്ക് ഡോക്ടറെ കാണാം. വാ. തലവേദനയോ ചെറിയ ടെമ്പറേച്ചറോ ഒക്കെ വന്നെന്നിരിക്കാം. പക്ഷേ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ഗുളിക എടുത്ത് കഴിച്ചേക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക. എന്നുവെച്ചാ ഈ ഹോട്ടൽ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കാം. ശരി ഡോക്ടർ. മൈഥിലിക്കിത് 9ാം മാസമല്ലേ? അതെ. ഡേറ്റ് 11. ഓക്കെ. 9ാം മാസം ആയതിനാൽ അധികം യാത്ര ചെയ്യാൻ പറ്റില്ല. എത്രത്തോളം ശ്രദ്ധിക്കാമോ അത്രത്തോളം ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? മനസ്സിലായി ഡോക്ടർ. ആ, എന്നാ പൊയ്ക്കോളൂ. ഓക്കെ.
കാർത്തികേട്ടാ, എന്താ മൈഥിലി? ചെമ്പകമംഗലത്ത് കല്യാണം പ്രമാണിച്ച ആകെ ബഹളമാ. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. എന്നെ എന്റെ വീട്ടിലേക്ക് വിട്ടാ മതി. ചെമ്പകമംഗലത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുക. അതിന് നിന്റെ പ്രസൻസ് നിർബന്ധമായിട്ടും വേണം. അതല്ല കാർത്തികേട്ടാ, ഞാൻ എന്റെ വീട്ടിൽ നിന്നോളാം. അത് പറ്റില്ല കാർത്തിക്, പ്ലീസ്. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഹൽദിയും കല്യാണമൊക്കെ നടക്കുമ്പോ അവിടെ എന്നോടൊപ്പം നീ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ.